എന്തായി വല്ലതും നടക്കോ? മാങ്ങാണ്ടി നടക്കാൻ പോണ്. അവളവിടെ വെള്ളം അടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച വല്ല ആത്മഹത്യായിരിക്കുന്നു. ഞാനതേടാ ഇത് പ്രതീക്ഷിച്ച വന്നത്. പക്ഷെ അവള് അടിയോടടി. അടിയല്ലേ, എന്തായാലും പോയി കുറച്ച് അടിച്ചിട്ട് വരാം. വാ. ഞാനും വരണു. ഒരു മരണ വീട് വൈബില്ലേ സത്യം. ഇവളെന്തിനീ പട്ടി പോകണ പോലെ കിടന്ന് മോങ്ങണ്? പട്ടികളെ ഇവിടെ വന്നിരിക്കണ ഞാൻ കുറച്ചേരം കിടന്ന് കരയിട്ടടാ. കരയി കുറച്ചേരം കൂടി കിടന്ന് കരയി. പട്ടികളെ തെണ്ടികള് ഒരു കൂട്ടുകാരത്തെ കിടന്ന് ഇങ്ങനെ കരയാടുമ്പോ അവളെ സമാധാനിപ്പിക്കാണ്ട് കരയാൻ പറയുന്നത് തെണ്ടി. നീ ഒന്ന് കരച്ചിലെടുത്തടി, എന്നിട്ട് കാര്യം തന്ന് പറ മോളെ. എത്ര വട്ടം ഊൻ പോലഴക് ഉലകത്തിലില്ലേ, അതുവേ പിറന്നാൽ അത് നം പിള്ളേന്ന് പറഞ്ഞ് ഞാൻ എത്ര വട്ടം പിന്നാലെ പാടി നടന്നത്. ഇതാരുടെ കാര്യടി പറയണ്? ആർക്കറിയാം. നീ അതങ്ങോട്ട് ഒഴിച്ചേ. എടാ പാണ്ടിക്കരം പറപ്പോലെ ഗൗരി. പോച്ചേ എല്ലാം പോച്ചേ. എന്റെ ഗൗരി, നീ ഇങ്ങനെ കിടന്ന് കരയാണ്ട് എന്താണെന്ന് വെച്ചാ പറയ് പോത്തെ. തലയിൽ വെച്ച ചെറിയ ചെറിയ പേനായിരിക്കും, നിലത്ത് വെച്ച ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും വെച്ചിട്ട് ഈ നെഞ്ചത്ത് കൊണ്ടോ ഞാൻ അയാളെ നടന്ന്. ആരെ? എന്റെ ബേബീനെ. യു മീൻ ആൽവിൻ? എന്നിട്ട് അവൻ എന്ത് പറ്റിയടി? ഈയുടെ മണ്ടന്മാരെ പൊട്ടന്മാരെ, ഞാൻ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് സെൻഡ് ചെയ്തില്ലേ? അതന്ന് ഏതോ ഒരു ആൽവിന്റെ കല്യാണാന്ന് പറഞ്ഞു. ഈയുടെ പൊട്ടവന്റെ കല്യാണാടാ. മൈ മിസ്റ്റേക്ക്. നീ ശ്രദ്ധിച്ചില്ലായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ലടാ. ഞാൻ പെണ്ണിന്റെ പേരാ നോക്കിയത്. പിന്നെ നമ്മൾ എന്താക്കൂ? എനിക്കറിയാൻ പാടില്ല. ഇവളോട് ചോദിക്ക്. ഇനി ഇങ്ങനെ ഇരുന്ന് കരയാനാണോ ഡി പ്ലാൻ? അല്ല, ഞാൻ എന്റെ ബേബിനെ തട്ടിക്കൊണ്ട് പോവാ. നിനക്കെന്താടി വയ്യേ? എടാ, നിങ്ങൾ എന്റെ ബേബിയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? കണ്ണ് ഞങ്ങ ദിവസം കാണാണ്. ആ കണ്ണില് എന്നോടുള്ള പ്രണയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മാത്രം കണ്ടിട്ടില്ല. ഓടാ തേണ്ടി. ആ കണ്ണില് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം എന്റെ ബേബിയുടെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കാരണം എന്നെ വേണ്ടാന്ന് വെച്ച് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഈ കല്യാണം കഴിഞ്ഞ എന്റെ ബേബി സൂസൈഡ് ചെയ്ത് ചാവും. അത് ഞാൻ അനുവദിക്കില്ല. എനിക്ക് എന്റെ ബേബിയെ വേണം. എനിക്ക് അവരെ കൊണ്ടുപോകണം. നിങ്ങൾ എന്നെ സഹായിക്കണം. അയ്യടി, ഞാനില്ല. നീ വേണമെങ്കിൽ പോയി കൊണ്ടുവെക്കോ. അതെ, വെറുതെ നാട്ടുകാര് തെണ്ടികള് നമ്മളെ തല്ലിക്കൊല്ലാണ്ട് കാണണോ നിനക്ക്? ഒന്ന് പോയിടി കല്യാണ വീട്ടിലേക്ക്. എന്റെ പൈസക്ക് പരിപ്പ് വേട, ഉഴുന്ന് വേട, ഉള്ളി വേട, എന്തിനു സുഖിയം വരെ വാങ്ങിച്ചു തന്നിട്ട് ഒരെണ്ണത്തിന് നന്ദിയില്ലേടാ നന്ദി. ഇപ്പതേ എന്റെ പേരെടുത്ത് അടിക്കുന്ന തെണ്ടി. എന്റെ പൊന്നുമോനെ, ഇപ്പോഴെ സഹായിച്ചില്ലെങ്കിൽ അവള് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വേഗം വാ, പിന്നാലെ പോവാം. എടാ, വല്ല പോലീസാ നാട്ടുകാരെ പിടിച്ചത് തന്നെ. വേറെ വഴിയില്ല. ഈ പിശാചിനെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ലിൻഡിനെയും ടീനേനെയും കാണാം. എടാ, വണ്ടി എടുത്താ ഞാനിപ്പോ സ്റ്റാർട്ടാക്കാം. എന്നാ മോനെ വാ, നമുക്ക് പോവാ. ഹായ് മോനെ, അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ചേട്ടാ. ആൽവിൻ, അവിടുത്തെ കാണാനായിട്ടെന്നാ പൈസ ഉണ്ടോ? 100 രൂപ. എന്നാ എടുത്തു വെച്ചോ. വന്ന് തിന്നിട്ട് പോകാനറിയാം. പൈസ തരാൻ നേരത്തെ വെച്ച് തരും. ലിൻഡ, ടീന, നമ്മൾ മുതിർന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എടി ബീജേട്. ഓ സുകുമാറി, ഓ ശൃംഗാരി. മതിയോ? അതല്ല. അസതോ മഹാനഹീനഹോ അടിറമ്പക്ക് റമ്പക്ക് ഹന്തഹോ. അല്ലേന്നെ, അവന് അന്യല്ല വിക്രം കളിക്കാൻ നടക്ക. പോയടാ.
എടാ എടാ നീ ഒന്ന് ഇരുത്തി ആലോചിച്ചേ. എന്താലോചിക്കണ്? ഈ കല്യാണം നിനക്ക് സ്യൂട്ടാവോടാ? നീ എന്തീ പറയണേ? അച്ഛനമ്മയ്ക്ക് ഇഷ്ടമായി, അപ്പൊ എനിക്കിഷ്ടം. അയ്യോ നീ പെണ്ണുങ്ങളുടെ പോലെ ആവലേട്ടാ. അച്ഛനമ്മയും പറഞ്ഞത് കേട്ട് ജീവിച്ചാ അത് പെണ്ണാവുന്നുണ്ടോ? ഹാളിനാവാലോ. എടാ അങ്ങനെയല്ലടാ, നിന്നെ പ്രണയിക്കാനായിട്ടൊരു പെൺകൊച്ചില്ലടാ, അതിന്റെ കൂടെ നിനക്ക് ജീവിച്ചാ പോരെ. എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഒരുത്തിയെ കല്യാണം കഴിക്കണ? അവളുടെ ജീവിതം പോലെടാ. ഏത് ആ ഗൗരിയുടെ കാര്യമാണോ നിങ്ങൾ ഈ പറയണത്? അതെന്നെടാ, അവൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടല്ലായിരുന്നു. മാങ്ങാ തൊലി ഇഷ്ടം രണ്ടെണ്ണം ഉണ്ടാടണോ? അവൾക്ക് ഇഷ്ടല്ല, അവൾക്ക് ഭ്രാന്ത്. നീ എന്താണ് പറയുന്നത്? എത്ര കാലം ഞങ്ങൾ കണ്ടതല്ലേ അവള് നിന്റെ പിന്നാലെ നടക്കണത്. ആ പ്രാന്തി എന്റെ പിന്നാലെ നടന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്തിനാ? അതിന് കുറച്ച് വർഷത്തേക്ക് ബാക്കോട്ട് പോകണം. എന്നാ പറ, കുറച്ച് സമയം ഉണ്ടല്ലോ നാളെ ആവാനായിട്ട്. പറയാം. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ PG പഠിക്കാനായിട്ട് കോളേജിലേക്ക് പോവാണ്. ഞാൻ അവിടെ എത്തി വലുതുകാലി വെച്ച് കയറുമ്പോൾ എൻ്റെ നടും പോലത്തെ ടഷ് ചെയ്യുന്ന ഒരാട്ടി. ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവള് എനിക്ക് നൊന്താ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല, ഞാനും കൊടുത്തു നല്ല ടഷ് എന്ന് പറഞ്ഞ സൗണ്ടില്. അന്ന് അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടുണ്ടായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ എന്നായിരുന്നു അതിൻ്റെ ഉത്തരം. എനിക്കറിയില്ലായിരുന്നു. അല്ലടാ, അവളെന്തിനാ നിന്നെ ടഷേന്ന് പറഞ്ഞടിച്ചത്? എടി അവൾ എന്നെ ടഷേന്ന് പറഞ്ഞടിച്ചത് അവളേതൊരു കൂട്ടുകാരനാന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് ടഷേന്ന് കൊണ്ടപ്പോൾ നല്ല വേനെടുത്തു. ഞാനിത് ടഷേന്ന് പതുക്കോന്ന് പറഞ്ഞു കൊടുത്തു. ക്യാൻ വി സ്കിപ്പ് ടഷേ? കുറെ നേരിട്ട് ടഷേ ടഷേന്ന് കേൾക്കുന്ന കാരണം എനിക്ക് ടഷേന്ന് നിനക്ക് തരാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്കിപ്പ് ദ ടഷേ. താനൊരാണാണോടോ? ഒരു പെൺകൊച്ചിന്റെ മൂത്തിക്ക് ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? നീ ഒരു പെണ്ണാണോടി? ഒരു ആൺകൊച്ചിന്റെ മേത്തിക്ക് ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? അത് പിന്നെ ആളറിയണ്ട് തന്നതാ, ഞാൻ എന്റെ കൂട്ടുകാരനാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച് എന്നാരോ നോവിക്കാൻ വന്നാണെന്ന് ഞാനും തിരിച്ചെന്ന്. ഈ ഇക്വാലിറ്റിയെ. പക്ഷെ തനിക്കൊരു പ്രാവശ്യം ഒന്ന് നോക്കായിരുന്നു, അതൊരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന്. എന്നിട്ട് തനിക്ക് തല്ലേ പോരായിരുന്നു. താനിത് എഴുതി വെച്ചോ? തന്നോട് ഞാൻ ഇതിനു വേണ്ടി ചോദിച്ചിരിക്കും. നോക്കിക്കോ, ചോദിച്ചിരിക്കും. ഇപ്പൊ തന്നെ ചോദിച്ചോ? ക്ലാസ്സിൽ കയറിക്കാൻ പിന്നെ എപ്പോഴും ഞാൻ പുറത്തിറങ്ങാന്ന് അറിയില്ല. പക അത് വീട്ടാനുള്ളതാണ്. അതിന് സമയവും കാലവും സന്ദർഭവും വേണം. അതനുസരിച്ച് ഞാൻ വന്ന് ചോദിച്ചോളാം. ഇനി സമയവും കാല സന്ദർഭം എന്താണാവോ എന്തോ. അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ചിറങ്ങിയപ്പോൾ 2 പേരെന്റെ നേരെ നടന്നു വരുന്നു. നല്ല ഹൈറ്റും വെയിറ്റ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരെന്നെങ്ങാട്ടും കുഞ്ഞായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്ത്? ആരാ? ഞാൻ ചോദിച്ച കാര്യടി പറഞ്ഞത്. ശരി. ആരാ? നീയാണോ ഞങ്ങളുടെ കൺമണിയെ തൊട്ടത്? നീയാണോ ഞങ്ങളുടെ ബബ്ലൂസ് നാരങ്ങ വേദനിപ്പിച്ചത്? നീയാണോ ഞങ്ങളുടെ കപ്പലണ്ടിയെ കരയിപ്പിച്ചത്? കൺമണി ബബ്ലൂസ് നാരങ്ങ കപ്പലണ്ടി ഇതൊന്നും അത്ര യോജിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കണേ? ദാ അങ്ങോട്ട് നോക്ക്, ഞങ്ങളുടെ മുത്തുമണിയെ. ഇവളാ? അവളെ നീ കരയിപ്പിച്ചില്ലേടാ, നീ അവളെ തല്ലിയില്ലേടാ, അവളെ വേദനിപ്പിച്ചില്ലേടാ. എന്തിനാണ്ടോ അവള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാടാ? ആദ്യം തന്നെ അവളോട് പോയി ചോദിക്കേ, നിങ്ങൾ കണ്ട എന്റെ പുറത്ത്? എന്തുണ്ടോ മോനെ പുറത്ത്? 5 പാട് കണ്ട? അയ്യോ, ഇത് എങ്ങനെ പറ്റിയിടാ? നിങ്ങളുടെ കൺമണിയും ബബ്ലൂസ് നാരങ്ങയും കപ്പലണ്ടിയും തന്നതാ. ഓ, അവളെന്തിനാ നിന്നെ തല്ലിയത്? ഓ, അപ്പൊ കൺമണിയും ബബ്ലൂസ് നാരങ്ങയും കപ്പലണ്ടിയും ഒന്നും പറഞ്ഞില്ലേ? എടാ, ഇത് റിപ്പീറ്റ് പറയണ്ട, ഞങ്ങൾ ഇനി അങ്ങനെ പറയണില്ല. ഗൗരി അങ്ങനെ പറഞ്ഞാ മതി. ഓക്കെ. നിങ്ങളുടെ ഗൗരി ചെയ്തത് എന്താന്ന് അവള് പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല, നീ അവളെ തല്ലിന്ന് മാത്രം പറഞ്ഞു. അവള് എന്റെ പുറത്ത് വന്നടിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. നീ പറ, നിന്റെ മെക്കിട്ട് ആരെയും തല്ലിയ നീ തിരിച്ചു കൊടുക്കൂലേ? ഞാൻ തിരിച്ചു കൊടുക്കും. നീ കൊടുക്കില്ലേ? ഞാൻ കൊടുക്കും. നീയോ? ഞാൻ കൊടുത്തിരിക്കും. അതന്നെ ഞാനും ചെയ്തുള്ളൂ, ഞാൻ കൊടുത്തു. ബൈ നിന്റെ അടുത്ത് ന്യായം ഉണ്ടെങ്കിലും ഞങ്ങൾ അവളുടെ കൂട്ടുകാരന്മാരായതുകൊണ്ട് അവളുടെ സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ട് പോയി മാപ്പ് പറയടാ. എന്റെ പട്ടി അറിയ മാപ്പ്. പട്ടിയെങ്കിൽ പട്ടി. എന്താ അവന്റെ പേര്? ബാം. അന്ന് അവനോട് പോയി പറയാൻ പറ. പോടാ പട്ടി. അവിടെ നിന്ന് ആരംഭിച്ചു എന്റെ ശനി, ശുക്രൻ, ബുധൻ, വ്യാഴം, വെള്ളി എല്ലാം. പൊറുക്കിപ്പയില് ഹിന്ദ പക്കം വാടാ. സൗകര്യമില്ലടി. ക്രിസ്റ്റോ ഇവിടെ വാടാ, എന്റെ കൊച്ചു കേട്ടില്ലേ? ഓ എന്താടി? ഒരു പാട്ട് പാടി. എടി ഞാൻ PG സ്റ്റുഡന്റ്, നീ ഡിഗ്രി സ്റ്റുഡന്റ്. ഞാനാണ് നിന്നെ റാഗ് ചെയ്യേണ്ടത്. അതിനിവിടെ പ്രസക്തിയില്ല. ഉங்ககிட்ட ഞാനൊരു വാർത്ത പേசி உனக்கு அது இப்போ பாட முடியுமோ இல்லையா? അഥവാ ഉങ്ക പാടിയില്ലെങ്കിൽ ഞാൻ അടുത്ത് അടിക്കും. എടി കോപ്പ്, എനിക്ക് പാടാൻ അറിയില്ലടി. എല്ലാ സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോളിയായിട്ട് പാടുന്ന എല്ലാവരെയും. അത് തന്നെ നീയും ചെയ്യാൻ നോക്കണമെന്ന് എനിക്കറിയണം. സമ്മതിക്കില്ല, പാട്. ആസ് യു വിഷ്. എന്നസ പാടി വറും ഇളം കാற்றுക്ക് ഉറവമില്ല.
കാറ്റൊളിയുള്ള என்றால் அந்த காற்றொளி கேட்பதில்லை എന്താണ് മുഴുവനും കണ്ണീർ പേസവല്ല. മതി മതി മതി, നിർത്ത്. ഓ ഇറങ്ങിപ്പോടൂ, തന്നെ കൊണ്ട് ഒരു കഴിവില്ലെന്ന് മനസ്സിലായി. ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് പാടാനറിയില്ലാന്ന്. ഇതൊക്കെ നിന്റെ അഭിനയ, എനിക്കറിയാം. ഒരിക്കലും നീ പാട് സ്റ്റേജിൽ കയറുന്നു. അന്ന് ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയാണ് നിക്കണമല്ലേ? അതല്ലേ നിന്റെ പ്ലാൻ? ഇത് പോടി. അടുത്തൊരു നല്ല പെർഫോമൻസുമായിട്ട് വരുന്നു ഹാൽവിൻ. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇപ്പൊ പാടും, എന്നിട്ട് എല്ലാവരും ഞെട്ടിക്കും, എന്നെയും. அவ்வாறு நோக்கினால் எவ்வாறு நானுவேன், கண்ணாடி முன்னில் நின்று பார்த்து கொண்டேன். ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி விட்டு உலகுண்டா பெருவாயில் எந்த வாயோடு வாய்ப்பதித்தான். இங்கு பூலோகம் என்றொரு பொருள் உள்ளதை. പാട്ടല്ലടി, ഡാൻസാ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അവളുടെ എന്തോ തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നു. അതെന്താ നിമിഷം? സ്റ്റേജിൽ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങി 2-3 പരിപാടി കഴിഞ്ഞിട്ട് ഇവളുടെ പാട്ടായിരുന്നു. ഇവളൊന്ന് പാടി മോളെ, ഞാൻ സ്വർഗം കണ്ടു. എത്ര അമേസിംഗ് ആയിട്ടായിരുന്നു എന്നറിയോ അവള് പാടിയത്. ഇതുവഴി പോകും തിങ്കളെ, കാണാത്തുമ്പൊരു തഴുകുമൊരു തൂവൽ തിന്നലെ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളെ. ഡി കപ്പലണ്ടി, എന്താണ് മാകാജി? യുവർ സോങ് വാസ് അമേസിംഗ്. യുവർ ഡാൻസ് ടു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തു, പക്ഷെ വിത്ത് പുച്ഛം ഓൺ ഫേസ്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബുക്ക് വായിക്കണോ മാകാജി? അല്ല, ബുക്ക് കഴിക്കുക. ഈശ്വര, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ? ഞാൻ ഫുഡ് കൊണ്ട് തരില്ലേ? നിനക്ക് എത്രയും വിശന്നിരിക്കാൻ ഞാൻ വിചാരിച്ചില്ല. ബുക്കൊക്കെ തിന്നുന്നു. ഒന്ന് പോടി. അതെ മിസ്റ്റർ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് പറ. 5 കഴിഞ്ഞാൽ 6 ഉച്ചയ്ക്കുണ്ണാൻ ചോറ്, നീയാത്ത ലൈഫ് ബോർ. എന്തേടി നിനക്ക് വയ്യേ? മനസ്സിലായല്ലോ? ഒന്നുകൂടി കേൾക്ക്. ഫുട്ബോളിലുണ്ട് കൊച്ച്, ബോൾ വന്നാൽ ക്യാച്ച്, നമ്മൾ തമ്മിൽ മാച്ച്. എടി എന്തോ ആടി നിനക്ക്? ഓ ഈ പന്നി എനക്കൊന്ന് ரொம்ப പിടിക്കും. അതെന്താ ഉനക്ക് തെറിയാത്തത്? ഏ കാതലാ? ആമാ ആമാ. உனக்கு கொஞ்சவா வெக்கவில்லை? என்கிட்ட வந்து இப்படி பேசுறதுக்கு? എനിക്ക് എതൊക്കെ വെക്കോ? ഞാൻ ഉന്നെ കാതലിருக்கு. അത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടേ. வாய் மூடிட்டு தீப்பட்டி கொள்ளு. உனக்கு தமிழ் தெரியாது விட்டால் அமைதியா இருங்கள். എന്താ? തമിഴ് ആരെങ്കിലും മിണ്ടാണ്ടിരിക്കാൻ. എന്താ പറയാ? ഞാൻ പറഞ്ഞ ഉത്തരം പറ. ഓ ഇത്ര നാള് കൊല്ലാൻ നടന്നിട്ട് അവൾക്ക് ഇഷ്ടമാണെന്ന്. പോടി, നിന്റെ ഫേക്ക് ലവ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ പ്രണയിച്ച് വീഴ്ത്തി അവസാനം തേച്ചിട്ട് എന്നെ വേദനിപ്പിക്കാനല്ലേടി? ഞാൻ മനസ്സാ വാച കർമ്മന അറിയാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയണത്. അയ്യോ എന്തൊരഭിനയം, പോടിയോടുന്ന്. പിന്നെ അവൾ എന്റെ പിന്നാലേന്ന് പോയിട്ടില്ല. ദിവസം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അങ്ങോട്ട് ചൊറിഞ്ഞോണ്ടിരിക്കും. ഹായ് മെൽവിൻ, ഐ ആം ഗൗരി. ഞാനിത് சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்கே இவ்வளோ அழகா ஒரு இளவழி அழகே பார்த்தது மாட்டேங்க. And I am love with you. മുന്തിനം പാർത്തേനെ, പാർത്തതും തൂട്രീനെ. ഓ ഒന്ന് നിർത്തി പോടി. ഇനി എന്താ? ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ആൽവിൻ ഈ ഗൗരിക്കുള്ളത് വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആയതിനാൽ ഇതിനെങ്കിലും ഒന്ന് റിപ്ലൈ പ്ലീസ് ലവ് മീ ബാക്ക്. നോ. മെൽവിൻ, ഇനി എന്താ മോളെ? ഞാൻ
ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ബെൽവിനെ ഓർത്ത് ഉറക്കെ പാടും. അങ്ങനെ ഞാൻ പാടി പാടി ചങ്ക് പൊട്ടിച്ചാവും. മാനസമൈനീരു ഇതായിരിക്കുമല്ലേ പാട്ട്? എക്സാക്ട്ലി. എടി സിനിമ ഡയലോഗ് വിടറി, വേറെ എന്തെങ്കിലും ഇനി പറ. അപ്പൊ ഇനി ഞാൻ സീരിയൽ കണ്ടിട്ട് പറയാം. ഓ ഈ കുരുപ്പ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളോട് യെസ് പറയണില്ല എന്നും പറഞ്ഞ് അവളൊരു വൃത്തിയായിട്ട കാര്യം ചെയ്തു. അന്നായിരുന്നു എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നിയത്. നീ എന്ത് കാണിക്കുന്നേ? ഞാനിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പഠിപ്പിക്കാം. ആൻഡ് ദെൻ ഐ സ്ലാപ്പ് ഹർ റിയലി ഹാർഡ്. അതവൾക്ക് നല്ല രീതിക്ക് വേദന എടുത്തെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ആ കോളേജിൽ പഠിച്ചില്ല, അവിടെ നിന്ന് പോന്നു ആൻഡ് ജോബ് വാങ്ങിച്ചു. അതിനുശേഷം അവൾ ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ബട്ട് സ്റ്റിൽ ഷി കം ടു മൈ ഓഫീസ് ആൻഡ് വർക്ക് ആസ് മൈ PA. അത് കിടക്കി. ഐ ലൈക്ക് ഹർ. ഷി നെവർ എവർ ഗിവ് അപ്പ് ഓൺ യു. എടി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മാത്രമാണ് അവൾ പ്രാന്ത് കാണിക്കുന്ന പോലെ തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കും തോന്നില്ലേ? എടാ അവൾ നിന്നിൽ അത്ര ഒബ്സസ്ഡ് ആയി, അതുകൊണ്ടല്ലേ? എന്തോ എനിക്കത് തീരെ പിടിക്കുന്നില്ല. അതെന്തല്ലാട്ടെ, എന്നിട്ട് ബാക്കി പറ. ബാക്കി എന്താ, എല്ലാ സീരീസിലും കാണുന്ന പോലെ ഒരു PA CEO വിളിക്കാൻ നോക്കുന്ന പോലെ എല്ലാ തരിയുടെ പരിപാടികളും അവൾ കാണിച്ചു. ആൻഡ് ഫൈനലി എൻഡഡ് അപ്പ് ഐ ഫയർ ഹർ. ഞാൻ അവളെ ഫയർ ചെയ്തു, ഓഫീസിൽ നിന്നേ പുറത്താക്കി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് കൊടുത്തു. ദാറ്റ്സ് ഓൾ. അതോടുകൂടി ഞങ്ങളുടെ ചാപ്റ്റർ ക്ലോസ്. എന്നിട്ട് അവൾ തിരിച്ചു വന്നില്ലേ? ഇല്ല, അവൾ വിചാരിച്ച അവളുടെ മാത്രമാവുന്നു. അവൾക്ക് സ്വത്തുകളൊക്കെ സ്വന്തമാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒക്കെ വെറുതെയായി. ഞാനിപ്പോൾ വേറെ ആളെ കിട്ടാൻ പോലെ. എടാ നീ എന്ത് തേങ്ങയുടെ കാണിക്കുന്നേ? എടി മര്യാദക്കെടുത്ത് ചോടറ പൊട്ടി. എങ്ങനെങ്കിലും ഇതൊന്ന് ക്രോസ് ചെയ്തല്ലോ അതിന്റെ ഉള്ളിക്കര അവനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ എന്താ അവിടെ കാണിക്കണത്? ഇന്നെങ്കിലും കിടക്കോ? ഞാൻ പോയി തപ്പട്ടെ എന്റെ ചെക്കനെ. ഓ ആ ഞങ്ങളിപ്പോ വരും. വേറെ ആരെയോ മൈ ബേബി ഞാൻ ഇവിടെ നോക്കിയിട്ടും കാണുന്നില്ല. കിടക്കണ് സുന്ദരാ. ആരാ? ഞാനാ. മിണ്ടല്ലേ ആൾക്കാർ കൂടും. എടി നീ അങ്ങനെ, ഇത് എന്റെ പൊന്നു മോളിന്റെ കല്യാണമാണ് നാളെ. നീ ഇവിടെ എന്തിനാ വന്നത്? എന്നെ തട്ടിക്കൊണ്ടുപോവാൻ. ഗുഡ് നൈറ്റ്. എന്തായി? ബോധം പോയി, നമുക്കിനി കൊണ്ടുപോവാം. ഓക്കെ ബട്ട് ഒരു സ്റ്റീന ആൻഡ് റീന ബാടാ, നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്റെ തെണ്ടികളെ, ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ അന്വേഷിക്കേ. അതൊന്നും പറ്റൂല, ഞങ്ങൾക്കിനി അവരെ കണ്ടിട്ടേ വരാൻ പറ്റൂ. പന്നീള്. ഹേ ഹായ് റീന. ഹേ ഹായ് ടീന. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ കല്യാണം കൂടാൻ ഹാൽവിന്റെ. സത്യം പറ, നിങ്ങള് അവളെ കൊണ്ട് ഇവനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ലേ? അതെങ്ങനെ മനസ്സിലായി? മിണ്ടാണ്ടിരിക്കടാ. ഓ അപ്പൊ അത് തന്നെ കാരണം ഞങ്ങളിപ്പോ ഒച്ചുണ്ടാക്കിയ. പ്ലീസ് ചതിക്കരുത്, ഞങ്ങളുടെ പാവം ഗൗരി അവൾ കിടന്ന് കരയുന്നതുകൊണ്ടാ. കൊണ്ടുപോലൊക്കെ പോവാം, വേഗം ആവട്ടെ, ആൾക്കാരെങ്കിൽ ഇപ്പൊ എനിക്ക് വരും. ആ ശരി, ഞങ്ങളെന്നാ പോ. പിന്നെ വേണ്ട വേറെ ഒന്നും പറയാൻ നിക്കണ്ട, പൊക്കോ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, അതിനുള്ള ഉത്തരം നാളെ തരാം. ഇപ്പൊ ചെല്ലേ. ഓക്കേ. ഞാനത് എവിടെയാ? എന്റെ അടുത്ത്. എന്റെ കല്യാണി അയച്ചുവിടറി പ്രാന്തി. അതെ, ഞാൻ പ്രാന്തിയാ നിങ്ങൾക്ക് വേണ്ടി മാത്രം. എത്ര തവണ ഞാൻ നിങ്ങളുടെ പിന്നാലെ നടന്നു, എന്റെ എത്ര വർഷം ഞാൻ കളഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് എന്റെ സ്നേഹം മനസ്സിലാവുന്നില്ല. എന്ത് സ്നേഹം? കുറെ ഡയലോഗ് എഴുതി വന്ന് കുറെ ഡാൻസും പാട്ടും കാണിച്ചാ അത് സ്നേഹാവോ? അത് ഞാൻ എന്തിനാ ചെയ്തത്? ഇത്ര എഫേർട്ട് എടുത്തത് തന്നെ ഒരാളെ സ്വന്താക്കാൻ. തനിക്കഞ്ഞ് എന്ത് ചെയ്തിട്ടും ഞാൻ പ്രാന്തി. പിന്നല്ലാതെ വന്ന വശം തന്നെ എന്നോട് റിവെഞ്ച് എടുത്തവൾക്ക് എന്നോട് പ്രണയം പറഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? പക്ഷെ ആ റിവെഞ്ചിൽ എപ്പോഴെങ്കിലും ഞാൻ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ?
ഒരിക്കലെങ്കിലും തന്നെ ഞാൻ ഫിസിക്കലോ മെന്റലോ വേദനിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴും തന്നെ ചിരിപ്പിക്കാനല്ലേ ഞാൻ ശ്രമിച്ചേക്കുന്നത്. എപ്പോഴും എൻ്റെ കൂടെ കംഫർട്ടബിൾ ആക്കാനല്ലേ ഞാൻ നോക്കിയിട്ടുള്ളത്. കണ്ണി കണ്ട സിനിമയിൽ കണ്ട് ഓരോ റൊമാൻറ്റിക് ഡയലോഗ്സ് പഠിച്ചു വന്ന് അതുപോലെ തന്നെ പിക്കപ്പ് ലൈൻസ് പഠിച്ചു വന്ന് തന്റെ മുമ്പിൽ കിടന്ന് അഴിഞ്ഞാടാൻ എനിക്ക് ഭ്രാന്ത. ഇവിടെ ഇപ്പൊ താനാണോ ഭ്രാന്തൻ? തനിക്ക് എന്റെ പ്രണയം മനസ്സിലാക്കാൻ പറ്റാണ്ട് ഭ്രാന്തനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കിപ്പോ കല്യാണം കഴിക്കണോ അല്ലേ? ചെല്ല് പോയി കെട്ട്. സമയമായിട്ടില്ല, മുഹൂർത്തം 9 മണിക്കല്ലേ. ഇപ്പൊ 8 മണിയായിട്ടുള്ളൂ. ചെന്ന് കുളിച്ച് റെഡിയായി കല്യാണം കഴിക്കി. നീയും വരണം. നിന്നെയും ഞാൻ വിളിച്ചിട്ടില്ലേ? നീ വന്ന് കല്യാണം കൂടി സദ്യ ഇട്ടിട്ട് പോയാൽ മതി. എനിക്കതിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്, വാ. എടാ മോനെ, കല്യാണ പെണ്ണ് ഒളിച്ചോടിടാ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് വന്നത്. എന്താ? എനിക്കൊരു കൊച്ചിനെ ഇഷ്ടാ. അവളായിട്ട് എന്റെ കല്യാണം നടത്തണം. എന്നിട്ട് എവിടെ കൊച്ച്? ദേ ഇതാണ് ഗൗരി. ഞാനാ? വാ, വേഗം ചെന്ന് റെഡിയാവ്. പന്തില് ചെന്നിരിക്കി. കല്യാണം കഴിക്കാനുള്ളതാ. ഒന്നും മനസ്സിലായില്ലല്ലേ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേറൊരു ചെക്കന് ഇഷ്ടമാണ്. അവൾ എന്നെ പെണ്ണാണാൻ വന്നപ്പോഴും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴും ഒക്കെ കാര്യം പറഞ്ഞിരുന്നു. അവളുടെ വീട്ടുകാരുടെ നിർബന്ധം കാരണമാണ് ഇത് ഇത്രയും നാളും പോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കല്യാണത്തിൻ്റെ അന്ന് നീ ഞങ്ങൾ ഒളിച്ചോടിക്കോ പെണ്ണീന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ലാവില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പെണ്ണിനെ കിട്ടുന്നു. സോ ദാറ്റ്സ് ഹാപ്പൻ. സോ യു റിയലി ലവ് മീ? പിന്നെ അല്ലാതെ പോത്തെ, നീ ഇത്ര കാലം എൻ്റെ പിന്നാലെ നടന്നപ്പോഴും എന്നെ വിട്ട് കളയാണ്ട് നീ ഇത്രയും കാലം കൂടെ നിന്നതും ഒക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ആദ്യമായിട്ടാ ഒരു പെണ്ണു ഒരു ചെക്കന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു പെണ്ണിനെ വെറുതെ കളയുന്നതിൽ ഞാനൊരു മണ്ടനും ഒരു പൊട്ടനാവില്ലേ? സോ ഐ കാൻ ലീവ് ദാറ്റ് ആൻഡ് ഐ ലവ് യുവർ എഫേർട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് വിത്ത് സോ മച്ച് ക്രിഞ്ച്. ഓക്കെ? ക്രിഞ്ചാ? പിന്നെ എത്ര കാലം നീ കാട്ടിക്കൊടുത്ത് ക്രിഞ്ചല്ലേടി? പോടാ അവിടുന്ന്. അതെന്റെ സ്നേഹ. ഓക്കെ എന്നാ സ്നേഹമായിട്ടുള്ള ക്രിഞ്ച് ലവ്. അന്ന് ഞാൻ അറിയാണ്ടാണ് നീ എൻ്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അറിഞ്ഞിട്ട് നിന്റെ അടുത്ത് തട്ടിക്കൊണ്ടു പോകാൻ പോവാ. എന്ത്? കാണ്.